അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമാണ്. This is a miraculous ministry that God, a testimony that God has done in his life. അദ്ദേഹം ചില മാസങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് CCGM ചർച്ചിൽ മീറ്റിംഗിന് വന്നതാണ്. He had a couple of months ago came to the CCM church in Ernakulam, India. അദ്ദേഹത്തിന്റെ രൂപമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. But this is not he was not the person during the time. ഇന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. But when I met him here, I didn't recognize him. അന്ന് ആദ്യമായിട്ട് അവിടെ മീറ്റിംഗിന് വന്നപ്പോൾ he came there for the first time there. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിനത്തോട് ശക്തമായി സംസാരിച്ചു. The Holy Spirit dealt with him in power. അതിന്റെ ഒരു വലിയ സാക്ഷ്യമായിട്ട് എന്നെ ഇവിടെ ദുബായിൽ നിൽക്കുന്നത്. And that is the reason why he is in Dubai. അദ്ദേഹം ഇവിടെ ഉണ്ടെന്നോ ഇങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I never knew that he is here, but when I came here I met him and he gave a lot of testimony. I want to great. ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. God is taking him to the places where he have never imagined in life. എല്ലാ ഏരിയകളും തകർന്ന ഒരു അനുഭവത്തിലാണ് അദ്ദേഹം എറണാകുളത്ത് മീറ്റിംഗിന് വന്നത്. He was completely destroyed in every area. He was stuck in his life, bound in his life. ഞാൻ കേട്ട സാക്ഷ്യം അനുസരിച്ച് അരമനകളിൽ പോലും ബന്ധമാകുന്ന നിലയിൽ ഈ രാജ്യത്തെ പരിശുദ്ധാത്മാവ് വലിയ സാക്ഷ്യത്തിൽ നൽകിയിരിക്കുകയാണ്. Hallelujah. But when I listen to his testimony, now he's saying that I have a connection even in the palace. That is how God has placed me. സാക്ഷ്യം എന്ന് പറയാം. He will share his testimony. I think my tears are speaking at you. എന്റെ കണ്ണുനീർ ഇവിടെ സംസാരിക്കുന്നു. So when I was in Cochin, I'm just a bit of background. I stand here actually to acknowledge Jesus because Jesus acknowledges him in the presence of men. That's what the word says. ഞാൻ ഇവിടെ നിൽക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ ഉയർത്തുവാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഉയർത്തി എന്നെ മനസ്സിലാക്കി ഞാൻ കർത്താവിനെ ഉയർത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. Just a small background. Yeah, I was in Australia for 15 years. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു 15 വർഷം. I was in ministry. ഞാൻ മിനിസ്ട്രിയിലായിരുന്നു. And then my father passed away in Qatar. എന്റെ പിതാവ് മരിച്ചുപോയി. So I came to Qatar to take a business. ഞാൻ ഖത്താറിൽ വീണ്ടും തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ പിൻപറ്റുവാൻ. I stayed 10 years in Qatar. 10 years. ഞാൻ 10 വർഷം ഖത്താറിൽ ജീവിച്ചു. I had 65 staff. എനിക്ക് 65 സ്റ്റാഫ്സുകൾ ഉണ്ടായിരുന്നു. Very luxurious life. Luxurious life ആയിരുന്നു. Towards the end of my period in Qatar, അതിന്റെ അവസാനം 10 വർഷത്തിന്റെ അവസാനം things are going down with what's the FIFA and all these things happen. എന്റെ ജീവിതത്തിൽ വളരെ പരാജയത്തിന്റെ ദിവസങ്ങളായിരുന്നു. The economy of the country was really going down. ആ ദേശത്തിന്റെ എക്കോണമി വളരെ തകർന്ന നിലയിൽ ആയിരുന്നു. I kept fighting in my strength. ഞാൻ എന്റെ കഴിവനുസരിച്ച് ഞാൻ പ്രവർത്തിപ്പാൻ തുടങ്ങി. I'm an Australian. I have a lot of experience and all those stuff. ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയനാണ്, സിറ്റിസൺ ആണ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് മിടുക്കുണ്ട് എന്നല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. Staff started reducing from 65 to 30 to 15 to 80. I just kept reducing. എനിക്ക് വേണ്ടി ജോലി ചെയ്ത സ്റ്റാഫ്സ് അവർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. And then finally came to a point. He said, Lord, if you want me to leave Qatar, and that's where I meet Pastor Jacob, who is Pastor Sujit's friend. ഞാൻ ഇങ്ങനെ തകർച്ചയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞപ്പോഴാണ് ജേക്കബ് എന്നോട് ദൈവദാസനെ പരിചയപ്പെടുവാനിടയായത്. And then I had a chance where I had to leave Qatar to India, the next place. അവസാനത്തിൽ ഞാൻ ഖത്താറിൽ രാജിവെച്ചിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി പോകുന്ന അവസ്ഥയിൽ വന്നു. When I reached India, I thought maybe I should be an actor. ഞാൻ ഇന്ത്യയിൽ കടന്നു പോയപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ ഒരു ആക്ടറായിട്ട് മാറണമെന്ന്. I had long hair. I got to see some long hair, and I was a model, and I thought I need to get out of all this. എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു. ഞാൻ വളരെ സ്മാർട്ട് ആൻഡ് ലുക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ആക്ടറായിട്ട് മാറണമെന്ന്. So in between my acting classes, Jacob Pastor called me and said, Roshan, go for Pastor Sujit's meeting. ഞാൻ എന്റെ ആക്ടിംഗ് കരിയറിൽ ഞാൻ തുടങ്ങിയപ്പോൾ ജേക്കബ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോഷൻ മീറ്റ് ദേവദാസിന്റെ സഭയിൽ കടന്നു പോകണമെന്ന് ജേക്കബ് പാസ്റ്റർ എന്നോട് വിളിച്ചു പറഞ്ഞു. So I asked the acting, sir, can you give me like 3 hours? I just want to go for a prayer and come back. ഞാൻ ആക്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു 3 മണിക്കൂർ സമയം തരണം, ഞാൻ പാസ്റ്ററിന്റെ ചർച്ചിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. So I was testing him actually in the way I want to hear the Lord's voice. I was so confused. ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു.
But you know, the greatest thing is, when I was standing in Cochin, there were 30 people standing like this. Yeah, and I was in my worst form, and I could never imagine, like, Pastor, what you spoke was absolutely God's word. ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ചിൽ കടന്നു പോയപ്പോൾ 30 പേരോളം ആ ക്യൂവിൽ നിന്നു. വളരെ വ്യത്യാസമായ ഒരു ഫോമിലാണ് ഞാൻ നിന്നത്. പക്ഷെ ദൈവദാസൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ യഥാർത്ഥ അവസ്ഥ ദൈവദാസൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. I have recorded it. I have even made him hear it. I have recorded, you know, the prophetic voice. ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ദൈവദാസൻ പറഞ്ഞ എല്ലാ പ്രൊഫറ്റിക്കൽ വേർഡും ഞാൻ റെക്കോർഡ് ചെയ്തു. ഞാൻ ദൈവദാസനോട് അത് കേൾപ്പിക്കുകയും ചെയ്തു. And he asked me, when are you going back? അദ്ദേഹം എന്നോട് ചോദിച്ചത് എപ്പോഴാണ് തിരിച്ചു മടങ്ങി പോകുന്നത്? I said, I'm not going. I'm going to be an actor in Malayalam industry. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ കേരളത്തിൽ ഞാൻ ആക്ടർ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ജോലി ചെയ്യാൻ പോകുകയാണ്. I had a lot of friends in the film and all this. എനിക്ക് ഒത്തിരി സ്നേഹിതരുണ്ടായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ. And never ever Middle East. Never ever Middle East. No Middle East. എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനുള്ള ഒരു സമ്മർദ്ദമില്ലായിരുന്നു. And then as months passed by, മാസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ I realized that those people whom I thought were very close, my family, believer friends, pastors, everyone I go, they kick me outside. ഞാൻ അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ചിന്തിച്ച സഹോദരന്മാരും ഞാൻ ചിന്തിച്ച സ്നേഹിതരും ഒരിക്കലും യഥാർത്ഥമായ സ്നേഹിതരല്ലായിരുന്നു. Every believers that we go as brothers or sisters, somehow they really push you off. ഞാൻ കടന്നു പോയ എല്ലാ സ്ഥലത്തും എന്നെ അവർ വെറുക്കുകയാണ് ചെയ്ത്. യഥാർത്ഥമായ സ്നേഹം അവരിൽ നിന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. To the point when my family goes into a house, they even started kicking us out. ഞങ്ങൾ കുടുംബമായി കടന്ന് ചില ഭവനത്തിൽ കടന്നു പോകുമ്പോൾ അവർ തന്നെ ഞങ്ങളെ പുറത്ത് ആക്കുന്ന വിധത്തിലായിരുന്നു അവർ പെരുമാറുവാൻ തുടങ്ങിയത്. So I started thinking, what's wrong? When my father was there, or when I was in the Middle East, or is the money the issue? And when people started hating you, when you came back as a failure, and then that day, I actually went down to even end my life. ഞാൻ മനസ്സിലാക്കി എന്താണ് കുഴപ്പം. ഞങ്ങൾ പുറത്ത് ദേശത്തായിരുന്നപ്പോൾ എല്ലാവരും സ്നേഹമായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയില്ലാതെ വരുമ്പോൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വന്നപ്പോൾ യഥാർത്ഥമായ സ്നേഹം അവരിൽ ഇല്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ സമയമായിരുന്നു എന്നെ തന്നെ എന്ത് ചെയ്യുവാൻ, ഞാൻ സൂസൈഡ് ചെയ്യുവാൻ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. That night I asked my wife, should I live? What's the point of living? ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ ഇനി ലോകത്തിൽ ജീവിക്കണമോ എന്ന് പോലും ചോദിച്ചു. But then when I looked at my body, I was like, oh my gosh, should I kill this body? Should I do that? ഞാൻ എന്റെ ശരീരത്തെ നോക്കി ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ മരിക്കണോ എന്ന് ഞാൻ ചോദിക്കുവാൻ. And I had 3 beautiful kids. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. And they were lying down. അവര് കിടന്നുറങ്ങിയായിരുന്നു. And I thought, no, let me wait till tomorrow morning. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി, ഇന്ന് ഞാൻ മരിക്കുന്നില്ല, ഞാൻ നാളെ കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചു. And then I asked my wife, finally, the last decision, do you really want me on earth? എന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ വേണോ വേണ്ടായോ എന്ന് ചോദിച്ചു. She said, yes, of course, I believe in you. ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വേണം. You will be risen like Joseph. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ജോസഫിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. Okay, I slept that night. ഞാൻ രാത്രി കിടന്നു. The next day I get up. രാവിലെ ഞാൻ എണീച്ചു. I hold my wife's hands and says, ഞാൻ എന്റെ ഭാര്യ കരത്തിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, I don't want to go to church. I don't want to hear from any prophets. But if there is a Jesus, I want you to manifest. I want you to manifest today. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു സഭയ്ക്കും പോകുവാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ഒരു ആരാധനയ്ക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ വെല്ലുവിളിച്ചു. And I told today 24 hours, you have to manifest in front of me. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, 24 മണിക്കൂറിനകം ദൈവമേ നീ ജീവനോടുണ്ടെങ്കിൽ ഇന്ന് നീ എന്നോട് സംസാരിച്ചേ മതിയാവൂ. You have to come in human form. നീ ഒരു മനുഷ്യ രൂപത്തിൽ എന്റെ അടുത്ത് കടന്നു വരണം. And I prayed and I just left it there. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അതൊന്ന് വിട്ടു. And there was one person who came, who was coming from Dubai, who was our cousin, and I volunteered to be a driver. Okay, let me
drive them from the airport. ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു കസിൻ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു വരുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അദ്ദേഹത്തെ എയർപോർട്ടിൽ ചെന്ന് ഡ്രൈവർ പോലെ പിക്കപ്പ് ചെയ്യാൻ ചിന്തിച്ചു. So I took that assignment myself. Anyway, I'm going to die. Anyway, may I be a driver? I drove all the way to Ernakulam airport. Took my family and said it's a jolly good ride. So let's go. And then when the person walked in, so this is where the real thing is, how God works. ഇതാണ് ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഞാൻ വാഹനമെടുത്തു. ഞാൻ എയർപോർട്ടിൽ കടന്നു ചെന്നു അദ്ദേഹത്തെ പിക്ക് ചെയ്യുവാനായിട്ട്. ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. So when she was standing at the airport, she said, please come forward, like the car. And I was wondering, why are you pushing me? Sometimes people push you. You feel a bit hurt. Oh, why is she ordering me? So I said, no problem. Let me take the car inside. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു വാഹനമായി എടുത്ത് എയർപോർട്ടിനോട്ട് കടന്നു വരുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എങ്കിലും ഞാൻ വാഹനമെടുത്ത് എയർപോർട്ടിൽ കടന്നു വരുവാൻ തുടങ്ങി. So while I was parking the car, just in that screen, okay, I was seeing a man whom I know for many years. ഞാനിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ പാർക്ക് ചെയ്തപ്പോൾ അവിടെ ഉള്ള വലിയ സ്ക്രീനിൽ ഒരു മനുഷ്യന്റെ രൂപം, ഒരു മനുഷ്യന്റെ പിക്ചർ ഇങ്ങനെ പോയിട്ട് ഞാൻ ആ മനുഷ്യനെ വർഷങ്ങളായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പടം പിക്ചർ അതിനകത്ത് ഞാൻ കണ്ടു. I was praying to meet this man for years. He's a celebrity. He's a guy who built the world's biggest sculpture. I wanted to meet him and I was asking the Lord how I can meet him. He passed exactly in front of my car. ഞാൻ എയർപോർട്ടിൽ ഇങ്ങനെ ചിന്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ എന്റെ വാഹനത്തിന് മുൻപിൽ ഇങ്ങനെ നടന്നു പോകുന്നു. ആ മനുഷ്യനെ കാണണമെന്നാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ആ മനുഷ്യൻ എന്റെ വാഹനത്തിന് മുൻപിൽ എയർപോർട്ടിൽ നടന്നു പോകുന്നു. From that moment I went and met him and he said, Roshan, what are you doing here? And he said, I'm doing a big sculpture in Dubai. Can you join me? അദ്ദേഹം എന്നോട് പറഞ്ഞു, റോഷൻ നീ എന്താണ് നാട്ടിൽ ചെയ്യുന്നത്? ഞാൻ ദുബായിൽ വലിയ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തുകൊണ്ട് എന്നോട് ജോയിൻ ചെയ്തുകൂടാ? So in 2 days time, from the pit, the Lord lifted me up. 2 ദിവസം കൊണ്ട് കുഴിയിൽ നിന്ന് എന്നെ ദൈവം എന്നെ ഉയർത്തി. And the Lord brought me to Dubai, and even this man cheated me. But today I can say proudly that I have a business, I have investor visa, and I'm working with some big people. I'm doing a very big project in here, which I can't even imagine. പക്ഷെ ഞാൻ ദുബായിൽ കടന്നു വന്നപ്പോൾ ആ മനുഷ്യനും എന്നെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം ഈ പട്ടണത്തിലുണ്ട്. ആ ദൈവം എന്നെ ഉയർത്തി. ആ ദൈവത്തെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. I want to encourage everyone. ഞാൻ ഇത് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്, if you want to see Jesus manifested, നിങ്ങൾ യേശുവിനെ കാണണമെങ്കിൽ it is possible. അത് സാധിക്കുന്ന ഒരു വിഷയമാണ്. I am a witness for it. ഞാൻ ഒരു ജീവനുള്ള സാക്ഷ്യമാണ് അതിന്. And my brother spoke, which was such an encouragement. ദൈവദാസൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് നടക്കുവാൻ സാധിക്കുവാനിടയായി തീർന്നു. Brother, your prophetic voice helps in the darkness. ദൈവദാസനെ അങ്ങനെ പ്രവചന വാക്കുകൾ ഇരുട്ടിൽ നിന്ന് ഇരിക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വചനമാണ്. I'm so blessed to be part here to testify about Jesus. ഞാൻ വളരെ സന്തോഷമുള്ളവരാണ്, അനുഗ്രഹമുള്ളവരാണ് ഈ സഭയിൽ കടന്നു വന്ന് ദൈവത്തെ ഉയർത്തുവാനിടയാക്കിയതിന്. Thank you. God bless you. Thank you. Hallelujah. Let us pray. അത് മാത്രമല്ല, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ആ സമയത്ത് കാഴ്ചക്ക് വേറൊരു ഷേപ്പായിരുന്നു. കൃത്യമായ ഒരു ദൈവശബ്ദം ഷേപ്പിനെ മാറ്റും. Pastor, prophet പറഞ്ഞായിരുന്നു that your shape will be changed. Absolutely, my shape is. You couldn't identify me, അല്ലേ? ഇവിടെ കണ്ടപ്പോൾ ആരാ ചോദിച്ചേ? So it was perfect. I had long hair. I lost 10 kilos. In that time, I can make you hear the voice. When if anyone wants to hear it, the glory goes to Jesus. Shall we lift up our hands and pray? Amen. Pray. Bless him and pray. അങ്ങേറ്റം തകർന്നു പോയൊരു മനുഷ്യനാണ്. He was totally collapsed. ഈ മനുഷ്യൻ എനിക്ക് മുൻപരിചയമില്ല. I never knew this man. പക്ഷെ ഒറ്റ മീറ്റിംഗിൽ ഒരു ദൈവശബ്ദം ഇദ്ദേഹത്തിന്റെ സ്ഥിതിയെ തിരികെ. But in one meeting, the word of God has completely transformed him. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. Just lift up your hands and bless this man of God. In the name of Jesus.
പിതാവേ, അങ്ങ് എത്രയോ വിശ്വസ്തനാണ് കർത്താവേ. Lord, you are a faithful God. എറണാകുളത്ത് വെച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. Lord, you spoke to him in Ernakulam. ഇതാ ഇന്ന് ദുബായ് പട്ടണത്തിൽ പ്രവചന നിവർത്തിയുമായി അങ്ങയുടെ മകനെ കണ്ടുമുട്ടാൻ ഈ പ്ലാറ്റ്ഫോമിൽ സാക്ഷിയായി നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു I കർത്താവേ. want to thank you, Lord, for your prophecy has been fulfilled in this land of Dubai. I want to thank you, Jesus. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ എല്ലാ മഹത്വം യേശുവിന് മാത്രം. Lift up your voice and say, every glory belongs to Jesus. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മകനെ അനുഗ്രഹിക്കുന്നു. Lord, we bless them together, O Father. ഇവിടെ വീണ്ടും വർദ്ധിച്ച് പെരുകട്ടെ. Let him increase and be blessed, we pray. രാജ്യങ്ങളുടെ എൻഡ് മുതൽ ഒരു തീ കത്തിക്കുന്ന ഒരു പ്രവാചകനായും ഒരു പ്രവചന വീര്യവും നിന്റെ മേൽ ചലിക്കും. കിരീടത്തിനു വേണ്ടിയും ശബ്ദമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് തുടങ്ങാൻ പോവുകയാണ്. I'm going to pray that he will be like a fiery prophet used by God around the world. I pray, O Master. അതിന്റെ വീര്യം UAE കാണാൻ പോവുകയാണ്. You are going to witness the power of God through him. ഏതെല്ലാം രാജ്യങ്ങളിൽ തലകുണിക്കപ്പെട്ട പരാജയപ്പെട്ടിറങ്ങിയോ അവിടെയെല്ലാം പ്രവചന വീര്യം നിന്റെ മേൽ ക്ഷണിക്കുന്നത് കാണാൻ പോവുക. ആ രാജ്യങ്ങൾ അവനെയും അവരെല്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. Whichever nation made you ridicule, those people will see the glory of God through your life. I pray. Amen. ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Lord, we bless him in the name of the Father, Son, and the Holy Spirit. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. Thank you for your faithfulness. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name we pray. Amen. ആമേൻ പറഞ്ഞിട്ട് Amen. Amen.